ദാസ് ബുഹാരി എന്നാണ് ഒരു ഹോട്ടലിന്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുഖാരി അത് തിരിച്ചു മേടിച്ചു. നമുക്ക് ഇംഗ്ലീഷും മലയാളത്തിലും നല്ല ചീത്തകളെയാണ്. സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മൈക്കെടുത്ത ഒന്നില്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ എയർലോ, കാരണം പറയാനുള്ളത് ഞങ്ങൾക്കും പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് പോലെ കണ്ടതുപോലെ, കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ ഉള്ളിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്തത് ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ്. എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു. മംഗ്ലീഷിൽ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആകെ ഒരു സ്റ്റാറിനെ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വയറിലായിരുന്നു അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്. ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജിനു ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു. പക്ഷേ മാർച്ച് പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നാറടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജു സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കും, ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി എന്ന് അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുഖാരിക്ക് എല്ലാ വിശ്വസം ചേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസി തരൂ ഐ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട്, കൂടിയിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്. ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ഇരിക്കും. വൂൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വൂൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു. അനിൽ രാധാകൃഷ്ണൻ വേണം. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയുന്നു പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ പേടിയാണ് വിളിക്കുക. ഞാനത് വിളിച്ച് പറയുമ്പോൾ ചെറിയൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ദാസ് ബുഹാരി എന്നാണ് ഒരു ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും ഇന്ത്യക്കാരനാണ് ശരിക്കും, ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ സിദ്ധിക്കാറില്ല. ഇവിടെ നിന്നാ വന്നത്, ഒരു ഏരിയയിലൊക്കെ വന്ന പോലാണ്. പെട്ടെന്ന് നമ്മുടെ മുന്നിൽ അണ്ണൻ തമ്മിൽ ഫാദറിന്റെ. ഞാൻ ഒരു കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ അൻവർ പറഞ്ഞു ഞാനും അല്ലോട്ടോ മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ. മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്ക പോകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അത് അസോസിയേറ്റാണ് സലാം ബുഖാരി അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുഖാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷും മലയാളത്തിലും നല്ല ചീത്തകളെയാണ്. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി. കാരണം ചീത്ത പറയാൻ പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് ഇതിന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയ സിനിമ എടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷേ നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയില്ല അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഈ സിനിമയിൽ ഞാനില്ല. പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. കുറേ നേരം നല്ല സ്റ്റാമിന, നല്ല വോയിസ്, വോക്കൽ പവറൊക്കെ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു.